നമസ്കാരം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ കണ്ടു. ഒരു സാധാരണ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളെ പോലെ ഒരു പടക്കമാകും എന്നൊരു ചിന്ത ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സോഫിയ പോൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിലായിരുന്നു. കാരണം അവർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി പുലർത്തിയുന്ന സിനിമകളാണ് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് ഇത് ഒരു മോശം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. നല്ല എക്സിക്യൂഷനുള്ള സിനിമയാണ്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ രണ്ട് ഡയറക്ടർമാരുണ്ട്. രണ്ട് ഡയറക്ടറും നല്ല രീതിയിൽ തന്നെ സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണൻ, രാഹുൽ ജി എന്നീ രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നതും സംവിധാനിച്ചിരിക്കുന്നതും. അപ്പൊ അവരുടെ മേക്കിങ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇത് ധ്യാൻ ശ്രീനിവാസന്റെ പാറ്റേണിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ അന്ധകാലമാണ്. അപ്പോൾ പഴയ ടേപ്പ് റെക്കോർഡറിനകത്ത് മറ്റേ ഹെഡ്സെറ്റ് കുത്തിക്കൊണ്ടൊക്കെയാണ് ഈ സാധനം കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ മാല കണ്ടുപിടിക്കുന്ന ഒരു സീനിലാണ് ധ്യാൻ ശ്രീനിവാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മാല നോക്കി